വെൽക്കം ടു ഫ്രെയിംസ് ഓഫ് ഐലബൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റസ്റ്റ് HRMSന്റെ ട്രയൽ വേർഷൻ ഡെമോ വേർഷൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഇത് ആദ്യം തന്നെ റസ്റ്റ് HRM എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റസ്റ്റ് HRM ആയിട്ടുള്ള rusthrm.com എന്നുള്ള ഫസ്റ്റ് ഈ ഒരു പേജ് കാണിക്കും റിസൾട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ഇത് രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം. റസ്റ്റ് HRM എന്നുള്ള ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. rusthrm.com. ട്രയൽ വേർഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പെയ്ഡും ഒന്ന് നോൺ പെയ്ഡും. ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയൽ വേർഷൻ എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെമോ 10 മന്ത് ഉണ്ടാവും. അതായത് 10 രൂപ ആണ് ഡെമോൻ്റെ വേർഷൻ്റെ പ്രൈസ് വരുന്നത്. അത് 1 മന്ത് ട്രയൽ വേർഷനാണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. അപ് ടു 10,000 GPS അത് നോക്കേണ്ട ആവശ്യമില്ല. അത് അൺലിമിറ്റഡ് ആണ് എല്ലാ പ്ലാനിനും വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള 10 യൂസേഴ്സ് അൺലിമിറ്റഡ് ആക്സസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ട്രയൽ വേർഷൻ വേണ്ട, ഒറിജിനൽ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസേഴ്സ് എത്ര എംപ്ലോയീസ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പ്ലാൻ്റെ കമ്പാരിസൺ അതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. iOS വേർഷൻ വരുന്നത് 25,000 മുകളിലുള്ള പ്ലാനുകൾക്ക് മാത്രമാണ് iOSന്റെ വേർഷൻ വരുന്നത്. 10,000 പ്ലാൻ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് iOS യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് ആണത്. അതിൽ iOS ആപ്പ് ഉണ്ടാവില്ല, പക്ഷേ iOS യൂസേഴ്സിനും അതിന് വേറൊരു മെത്തേഡ് വെച്ചിട്ട് പറഞ്ഞു തരാം. അത് പർച്ചേസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡെമോ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റിക്വയർഡ് ആണെങ്കിൽ അത് പറഞ്ഞു തരാം. ഇപ്പോൾ ട്രയൽ വേർഷൻ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഈ 10 രൂപൻ്റെ ആ പ്ലാനാണ്, ഡെമോ വേർഷനാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെലക്ട് ചെയ്ത പ്ലാൻ ഇവിടെ കാണിക്കും. വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ മെയിൽ ID, മൊബൈൽ നമ്പർ, ഇന്ത്യൻ മൊബൈൽ നമ്പർ ആയിരിക്കും, 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആൻഡ് അഡ്രസ്സ് ടൈപ്പ് കൊടുക്കുക. ഈ മെയിൽ ID ആയിരിക്കും ഫുൾ ഡീറ്റെയിൽസ് എല്ലാം വരിക. പിന്നെ മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കണം, അല്ലെങ്കിൽ വാട്സപ്പ് ഉള്ളതായിരിക്കണം. അതിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്. അതിനുശേഷം പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ വരുന്നതാണ്, ആൻഡ് പേയ്മെൻറ്റ് പേജിലേക്കും പോകുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് വെബ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ പേ മൊബൈലിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേ നൗ കൊടുത്ത് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ്. HRMS ഇപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും, പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് ആ യൂസർ ID പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിൻ്റെ മെയിൽ വരുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പേ ചെയ്തില്ലെങ്കിൽ ആ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഇതിൽ വെബ് വേർഷനിലാണെങ്കിൽ പേ നൗ കൊടുത്ത് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റില്ല. അത് മൊബൈൽ ആപ്പിൽ വഴി മാത്രമാണ് പേ നൗ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പം നിങ്ങൾക്ക് QR വെച്ചിട്ട് പേയ്മെൻറ്റ് അടക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും.